NSC എക്സാമിന് അപ്ലൈ ചെയ്യുന്നവർക്ക് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ NSC സീനിയർ ഒളിമ്പ്യാഡ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്, അതേപോലെ തന്നെ ജൂനിയർ ഒളിമ്പ്യാഡ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ സീനിയർ സയൻസ് ഒളിമ്പ്യാഡിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10, +1, +2 ക്ലാസ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് 1/7/2006 30/6/2011 ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് 1/1/2011 31/12/2012 ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന കുട്ടികൾക്കാണ് ആ ഒരു ജൂനിയർ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് പ്രധാനമായും കുട്ടികൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ് അവരവരുടെ സ്കൂളുകൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂൾ ആ ഒരു ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും. ആ ചെക്ക് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ അതിനുശേഷം ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് സ്കൂളിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്കൂള് നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം നമ്മൾ സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങളുടെ അടുത്തുള്ള സെന്റർ ഏതാണെങ്കിൽ ആ സെന്ററും അതേപോലെ തന്നെ സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഗോ ടു പേയ്മെന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എക്സാമിനുള്ള ആപ്ലിക്കേഷൻ സെറ്റായി.